കാലിക്കറ്റ് സർവകലാശാല പിടിച്ചെടുക്കൽ സമരം നടത്താൻ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും തീരുമാനിച്ചു. മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും നടത്തുന്ന മാർച്ച് സർവകലാശാലയിൽ അവസാനിക്കുന്ന 12-നാണ് സമരം. സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിനെ വഴിയിൽ തടയാനും ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും തീരുമാനിച്ചിട്ടുണ്ട്. 110 ദിവസമായി എസ്എഫ്ഐ നടത്തുന്ന നിരാഹാര സമരം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പലവട്ടം ചർച്ചകൾ നടത്തി പരാജയപ്പെട്ട സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റിയും സർക്കാരും സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. MLA-മാർ അടക്കമുള്ളവർ ഉപവാസം നടത്തിയിട്ടും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയമുയർത്തിയിട്ടും സമരം തീർക്കാനുള്ള നടപടികൾ ഉരുത്തിരിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ പിടിവാശിയാണ് പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിന് കാരണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഡിവൈഎഫ്ഐ ഉയർത്തുകയും ചെയ്തു. സഞ്ചരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാത്ത സാഹചര്യം വരും. ഫെബ്രുവരി 9-ന് മലപ്പുറത്ത് നിന്നും 11-ന് കോഴിക്കോട് നിന്നും ആരംഭിക്കുന്ന യുവജന വിദ്യാർത്ഥി മാർച്ച് 12-ന് യൂണിവേഴ്സിറ്റിയിൽ സമാപിക്കും. തുടർന്ന് 29 ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും പരീക്ഷാ ഭവനും സ്തംഭിപ്പിക്കുന്ന സമരപരിപാടികൾ ആരംഭിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. റിപ്പോർട്ടർ, മലപ്പുറം.